ഓപ്പൺ മൈക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഡീപ്പ് ഡൈവ് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന ചില വാർത്താ കോലാഹലങ്ങൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതെ, സോഷ്യൽ മീഡിയയോ പത്രങ്ങളോ ഒക്കെ എടുത്താൽ ഇപ്പോ ഇത് മാത്രമാണ് വലിയ ചർച്ച. കൃത്യമായി പറഞ്ഞാൽ ദി കേരള സ്റ്റോറി 2 എന്ന വരാനിരിക്കുന്ന പുതിയ സിനിമയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സിനിമ റിലീസാകുന്നതിന് മുൻപ് തന്നെ അത് വലിയ രാഷ്ട്രീയ സാമൂഹിക പ്രകമ്പനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സത്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ, അതുപോലെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിൽ വലിയ വാദപ്രതിവാദങ്ങൾ ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വിഷയം എടുക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗം ചേരുക എന്നതല്ല, മറിച്ച് ലഭ്യമായ വാർത്തകൾ, ഭരണപ്രതിപക്ഷ നേതാക്കളുടെ പ്രസ്താവനകൾ, പിന്നെ ഈ ട്രെയിലറിലെ വിവാദ രംഗങ്ങൾ എന്നിവയെല്ലാം വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. അതെ, ഈ വിഷയത്തിൽ ഇടതു വലത് രാഷ്ട്രീയ പക്ഷങ്ങളുടെ പ്രതികരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ യാതൊരുവിധ രാഷ്ട്രീയ നിലപാടും സ്വീകരിക്കുന്നില്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കൃത്യം. നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ആദ്യ ഭാഗത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. തീർച്ചയായും. ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലുണ്ടായ വിവാദമല്ല. ഇതിന്റെ യഥാർത്ഥ തുടക്കം 2023-ലാണ്. ബിപുൽ അമൃത്ലാൽ ഷാ നിർമ്മിച്ച് ആദാ ശർമ്മ പ്രധാന വേഷത്തിലെത്തിയ ദി കേരള സ്റ്റോറി എന്ന ആദ്യ ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ. അതെ, കേരളത്തിൽ നിന്നുള്ള കുറച്ചു സ്ത്രീകൾ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാക്കപ്പെടുന്നതും ഐസിസ് പോലെയുള്ള തീവ്രവാദ സംഘടനകളിൽ അവർ എത്തിപ്പെടുന്നതുമായിരുന്നു ആ സിനിമയുടെ പ്രമേയം. ആ സമയത്ത് അത് കേവലമൊരു സിനിമ എന്നതിലുപരി ഇന്ത്യയൊട്ടാകെ വലിയൊരു രാഷ്ട്രീയ ചർച്ചയായി മാറുകയായിരുന്നു. സിനിമ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് അന്ന് സുപ്രീം കോടതിയിലുൾപ്പെടെ നിരവധി ഹർജികളാണ് ഫയൽ ചെയ്യപ്പെട്ടത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലം വളരെ പ്രധാനമാണ്. കാരണം ആ ആദ്യ സിനിമ ബാക്കി വെച്ചൊരു കനലിൽ നിന്നാണ് ഇപ്പൊ രണ്ടാമത്തെ സിനിമയുടെ വിവാദങ്ങളും തുടങ്ങുന്നത്. പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ വരുന്ന ഫെബ്രുവരി 27-നാണ് ദി കേരള സ്റ്റോറി 2 തിയേറ്ററുകളിലെത്താൻ പോകുന്നത്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഈ സിനിമയ്ക്ക് ഇപ്പോൾ CBFC, അതായത് നമ്മുടെ സെൻസർ ബോർഡിന്റെ UA സർട്ടിഫിക്കറ്റ് ലഭിച്ചു എന്നതാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതെ, 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പോലും മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ ഈ സിനിമ കാണാം എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത്രയും സെൻസിറ്റീവായ, ഇത്രയധികം രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വിഷയത്തിന് വളരെ എളുപ്പത്തിൽ ഇത്തരമൊരു സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചു എന്നത് ശരിക്കും കൗതുകകരമാണ്. അവിടെയാണ് നമ്മൾ സെൻസർ ബോർഡിന്റെയും ഭരണകൂടങ്ങളുടെയും കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ആ വലിയൊരു അന്തരം മനസ്സിലാക്കേണ്ടത്. ഒരു സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലെ ഉള്ളടക്കം പൊതുസമൂഹത്തിന് പ്രശ്നരഹിതമാണ് എന്ന് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നു എന്നാണ്. അതായത് സിനിമ സമൂഹത്തിൽ വലിയ തോതിൽ കലാപങ്ങളോ വിദ്വേഷമോ ഉണ്ടാക്കില്ല എന്ന വിലയിരുത്തൽ. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. എന്നാൽ ഇവിടെയാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം കിടക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഏജൻസി ഈ സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകുമ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന കേരള സർക്കാർ ഈ സിനിമയെ കാണുന്നത് തികച്ചും വ്യത്യസ്തമായൊരു കോണിലൂടെയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ന് വാർത്തകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എക്സിലെ, അതായത് പഴയ ട്വിറ്ററിലെ പ്രതികരണമാണ്. വളരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഒരു സിനിമയ്ക്കെതിരെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇത്രയും ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നത് നമ്മൾ സാധാരണ കാണാറില്ല. ഈ സിനിമയെ പൂർണ്ണമായും തള്ളിക്കളയണമെന്നാണ് അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതെ, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യ ഭാഗം ഒരു വിദ്വേഷം പടർത്തുന്ന സിനിമയാണെന്നും അതിൽ പച്ചക്കള്ളവും വർഗീയ അജണ്ടയുമാണ് ഉണ്ടായിരുന്നതെന്നും മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ വാക്കുകളിലെ കാഠിന്യം തന്നെ സംസ്ഥാന സർക്കാർ ഈ വിഷയം എത്രത്തോളം ഗൗരവമായാണ് എടുത്തിരിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ആ ട്വീറ്റ് നമ്മൾ ഒന്നുകൂടി ആഴത്തിൽ പരിശോധിച്ചാൽ മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന വലിയൊരു രാഷ്ട്രീയ വാദം അതിൽ കാണാം. മതേതരത്വവുമായി ബന്ധപ്പെട്ട വാദം അല്ലേ? അതെ, കേരളം എന്നത് മതസൗഹാർദ്ദത്തിനും മതേതരത്വത്തിനും പേരുകേട്ട ഒരു സംസ്ഥാനമാണ്. ആ ഒരു മതേതരത്വത്തെ തകർക്കാൻ വേണ്ടി ബോധപൂർവം കെട്ടിച്ചമച്ച ഒരു അജണ്ടയായാണ് അദ്ദേഹം ഈ സിനിമയെ വിലയിരുത്തുന്നത്. ഇവിടെ കൗതുകകരമായ മറ്റൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ആ ഇരട്ടത്താപ്പാണ്. അതായത്
യഥാർത്ഥ കലാരൂപങ്ങൾക്ക് സെൻസർഷിപ്പ് നേരിടേണ്ടി വരുമ്പോൾ ഇത്തരം സിനിമകൾക്ക് ഫ്രീ പാസ് ലഭിക്കുന്നു എന്ന കാര്യം. കൃത്യം. ഭരണകൂടങ്ങളെ വിമർശിക്കുന്ന സിനിമകൾക്ക് പലപ്പോഴും വിലക്കുകൾ വരുമ്പോൾ ഒരു സംസ്ഥാനത്തെ മുഴുവൻ തീവ്രവാദത്തിന്റെ കേന്ദ്രമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം നിർമ്മിത കഥകൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ അനുമതി ലഭിക്കുന്നതിലെ ഞെട്ടൽ മുഖ്യമന്ത്രി രേഖപ്പെടുത്തുന്നുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യമെന്ന ലേബലിൽ ഇത്തരം സിനിമകൾക്ക് ലഭിക്കുന്ന സംരക്ഷണം ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമാണോ എന്ന വലിയൊരു ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. ഇത് വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ്. തീർച്ചയായും. അഭിപ്രായ സ്വാതന്ത്ര്യവും വിദ്വേഷ പ്രചരണവും തമ്മിലുള്ള ആ നേരിയ അതിർവരമ്പ് എവിടെയാണ് എന്നൊരു ചർച്ചയ്ക്ക് ഇത് തിരികൊളുത്തിയിട്ടുണ്ട്. എന്നാൽ എന്നെ ഇതിലും കൂടുതൽ അമ്പരിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ എടുത്താൽ ഭരണപക്ഷമായ CPM-ഉം പ്രതിപക്ഷമായ കോൺഗ്രസും തമ്മിൽ എപ്പോഴും വലിയ വാഗ്വാദങ്ങൾ നടക്കുന്നതാണ്. അതെ, അവരെപ്പോഴും രണ്ട് തട്ടിലായിരിക്കും. പക്ഷേ ഈ ഒരു പ്രത്യേക വിഷയത്തിൽ, ഈ സിനിമയുടെ കാര്യത്തിൽ അവർ രണ്ടുപേരും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാലന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മുടെ മുന്നിലുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞതിനോട് 100% ചേർന്നു നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വേണുഗോപാലും പറയുന്നതും. അത് കേരള രാഷ്ട്രീയത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. അവിടെയാണ് ഈ സിനിമയുടെ പ്രമേയം കേരളത്തിന്റെ പൊതുബോധത്തെ എത്രത്തോളം സ്പർശിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേണുഗോപാലിന്റെ പ്രതികരണം നോക്കിയാൽ അദ്ദേഹവും വളരെ വ്യക്തമായി ഇതൊരു സംഘപരിവാർ അജണ്ടയാണെന്ന് ആരോപിക്കുന്നുണ്ട്. കേരളത്തെ അപമാനിക്കാനും ജനങ്ങൾക്കിടയിൽ വർഗീയമായ വിഭജനം സൃഷ്ടിക്കാനും വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അതെ, ലോകമെമ്പാടും കേരളത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്താനുള്ള ഒരു ഉപകരണമായി ഈ സിനിമയെ ഉപയോഗിക്കുന്നുവെന്ന് അദ്ദേഹം ശക്തമായി വാദിക്കുന്നു. ഇവിടെ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും പറയുന്നത് ഇത് കേരളത്തിന്റെ യഥാർത്ഥ കഥയല്ല എന്നാണ്. പുറത്തുനിന്ന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു നിർമ്മിത കഥയാണ് എന്ന് സാരം. വേണുഗോപാലിന്റെ പോസ്റ്റിൽ അദ്ദേഹം എടുത്തു കാണിക്കുന്ന ഒരു നിർണായക കാര്യമുണ്ട്. അത് ഈ സിനിമയുടെ ട്രെയിലറുമായി ബന്ധപ്പെട്ടതാണ്. ആ വിവാദ ദൃശ്യം. അതെ, ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു അതിലെ ചില ദൃശ്യങ്ങൾ വലിയ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന്. അതിലൊരു ഹിന്ദു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് തീറ്റിക്കുന്ന ഒരു രംഗമുണ്ട്. ഈ ഒരു പ്രത്യേക രംഗമാണ് സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച. സമൂഹത്തിന്റെ മനസാക്ഷിയെ വ്രണപ്പെടുത്താനുള്ള ശ്രമമാണതെന്ന് വേണുഗോപാൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തിനായിരിക്കും ഒരു സിനിമയുടെ ട്രെയിലറിൽ തന്നെ ഇത്രയും സെൻസിറ്റീവായൊരു ദൃശ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. വെറുമൊരു കഥ പറയുക എന്നതിലുപരി ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും സൈക്കോളജിക്കൽ ഘടകങ്ങളുണ്ടോ? വലിയ ചിത്രത്തിലേക്ക് ഇതിനെ ബന്ധിപ്പിച്ചാൽ ഇതൊരു മികച്ച ചോദ്യമാണ്. നമ്മൾ ആ ദൃശ്യത്തെ വെറുമൊരു രംഗമെന്ന നിലയിലല്ല, മറിച്ച് അതിലെ പ്രതീകാത്മകതയുടെ അടിസ്ഥാനത്തിലാണ് വിശകലനം ചെയ്യേണ്ടത്. ഇന്ത്യയെപ്പോലെ വൈവിധ്യമാർന്നൊരു രാജ്യത്ത് ഭക്ഷണശീലമെന്നത് വളരെ വൈകാരികമായൊരു വിഷയമാണ്. ഒരു വ്യക്തിയുടെ വിശ്വാസത്തെയും സ്വത്വത്തെയും പ്രതിനിധീകരിക്കുന്ന ഒന്നാണത്. അതെ, അവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ അവരുടെ അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യം നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നു എന്ന് കാണിക്കുമ്പോൾ അത് പ്രേക്ഷകനിലുണ്ടാക്കുന്ന വൈകാരികമായ ആഘാതം വളരെ വലുതാണ്. അപ്പോ ഇത് വെറുതെ ഒരു കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല, ആളുകളുടെ യുക്തിയേക്കാൾ ഉപരി അവരുടെ വികാരങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കം. ട്രെയിലർ കാണുന്ന ഒരാൾക്ക് പെട്ടെന്ന് തോന്നുന്ന ആ ദേഷ്യമോ ഭയമോ അത് പിന്നീട് ഈ സിനിമയെക്കുറിച്ചുള്ള വലിയ ചർച്ചകളായി മാറുന്നു. കൃത്യമായി പറഞ്ഞാൽ ഒരു തീപ്പെട്ടി ഉരച്ചു വൈക്കോൽ കൂനിയിലേക്ക് പോലെയാണത്. ഇത്തരം പ്രതീകങ്ങൾ വെള്ളിത്തിരയിൽ കാണിക്കുമ്പോൾ അത് സ്വാഭാവികമായും വലിയ തോതിലുള്ള ധ്രുവീകരണത്തിന് കാരണമാകും. അതുകൊണ്ടാണ് ഇതാണോ നമ്മൾ ജീവിക്കുന്ന കേരളം എന്ന് വേണുഗോപാൽ ചോദിക്കുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ ഈ സിനിമയെ എതിർക്കാൻ കാരണവും സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഈ വൈകാരികമായ പ്രതീകങ്ങൾ സമൂഹത്തിൽ വിള്ളലുകൾ വീഴ്ത്തും എന്ന ഭയം കൊണ്ടാണ്. തീർച്ചയായും. അപ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ നിലപാടുകൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തേക്ക് വരാം. ഈ സിനിമ കാണേണ്ടതും ഇതിനെ വിലയിരുത്തേണ്ടതും പൊതുജനങ്ങളാണല്ലോ. അവരുടെ ഇടയിലുള്ള ചർച്ചകൾ എങ്ങനെയാണ്? അതാണ് ഇതിലെ അടുത്ത രസകരമായ കാര്യം. നമ്മൾ സമൂഹമാധ്യമങ്ങളിൽ നോക്കിയാൽ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് പോലെയുള്ള ഒരു ഏകപക്ഷീയമായ എതിർപ്പല്ല അവിടെ കാണുന്നത്. രാഷ്ട്രീയ നേതാക്കൾക്ക് പുറമെ പൊതുജനങ്ങളുടെ പ്രതികരണം വളരെ വിഭിന്നമാണ്. അവിടെ വ്യക്തമായ ഒരു ചേരിതിരിവ് കാണാനുണ്ട്. സമൂഹമാധ്യമങ്ങളിലെ ചർച്ചകളാണ് ഇതിൽ ഏറ്റവും സങ്കീർണമായ ഭാഗം. അവിടെ ഇപ്പോൾ ഒരു വലിയ യുദ്ധം തന്നെ നടക്കുകയാണ് എന്ന് പറയാം. പ്രധാനമായും 2 വിഭാഗങ്ങളായാണ് ആളുകൾ പ്രതികരിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ ഈ സിനിമയെ ശക്തമായി പിന്തുണയ്ക്കുന്നു.
അവർ പറയുന്നത് ഈ സിനിമ കാണിക്കുന്നത് മൂടിവെക്കപ്പെട്ട ചില സത്യങ്ങളാണ് എന്നാണ്. അതെ, സമൂഹത്തിൽ ചിലയിടങ്ങളിൽ ഇത്തരം നിർബന്ധിത മതപരിവർത്തനങ്ങളും തീവ്രവാദ റിക്രൂട്ട്മെന്റുകളും നടക്കുന്നുണ്ട്. എന്നാൽ മുഖ്യധാരാ മാധ്യമങ്ങളോ രാഷ്ട്രീയക്കാരോ അതിനെക്കുറിച്ച് സംസാരിക്കാൻ മടിക്കുകയാണ് എന്നാണ് അവരുടെ വാദം. അതുകൊണ്ട് ഇത്തരം സിനിമകൾക്ക് ആ സത്യങ്ങൾ പുറത്തുകൊണ്ടുവരാനുള്ള അവകാശമുണ്ടെന്നവർ പ്രതിരോധിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് ഇതിന് നേർ വിപരീതമായ അഭിപ്രായമാണ് രണ്ടാമത്തെ വിഭാഗത്തിനുള്ളത്. അവർ ഈ സിനിമ വസ്തുതകളെ വളച്ചൊടിക്കുന്നു എന്ന് പറഞ്ഞ് ശക്തമായി എതിർക്കുന്നു. അവരുടെ പ്രധാന വാദം എവിടെയെങ്കിലും നടന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെ എടുത്ത് പർവ്വതീകരിച്ച് കാണിച്ച് അതിനെ ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ കഥയായി അവതരിപ്പിക്കുന്നത് വളരെ അപകടകരമാണ് എന്നാണ്. ഇല്ലാത്ത ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് അവർ ശക്തമായി വാദിക്കുന്നു. അപ്പോൾ ഇതിന്റെയെല്ലാം അർത്ഥം എന്താണ്? വാർത്തകളുടെ ലോകത്ത് ഒരു സിനിമ എങ്ങനെയാണ് ഇത്ര വലിയൊരു വിഭജനവും ചർച്ചയും ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ ഈ ധ്രുവീകരണത്തെ എങ്ങനെ വേഗത്തിലാക്കുന്നു എന്ന് നമ്മൾ കാണേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ട്രെയിലറിലെ രംഗം തന്നെ ഉദാഹരണമായി എടുക്കാം. ഒരാളത് കണ്ട് ദേഷ്യപ്പെട്ടൊരു കമന്റ് ഇടുമ്പോൾ മറ്റൊരാൾ അതിനെ അനുകൂലിച്ച് പ്രതികരിക്കുന്നു. തർക്കങ്ങൾ വളരുന്നതിനനുസരിച്ച് ആ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു. ഒടുവിൽ അതൊരു സിനിമയെക്കുറിച്ചുള്ള ചർച്ച എന്നതിലുപരി വലിയൊരു പോരാട്ടമായി മാറുന്നു. ഇവിടെ സത്യമെന്താണ്, മിഥ്യ എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം വിവരങ്ങളുടെ ഒരു വൻമതിൽ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഇതിന്റെ എല്ലാ വശങ്ങളും വിശദമായി നോക്കി. ഫെബ്രുവരി 27-ന് റിലീസ് ചെയ്യുന്ന സിനിമ, അതിലെ ഉള്ളടക്കം, ഭരണപ്രതിപക്ഷ നേതാക്കളുടെ രൂക്ഷമായ വിമർശനങ്ങൾ, സമൂഹമാധ്യമങ്ങളിലെ ചേരിതിരിവ് എന്നിവയെല്ലാം നമ്മൾ കണ്ടു. അതെ, വളരെ വിശദമായി തന്നെ നമ്മൾ ഈ വിഷയത്തിന്റെ വിവിധ തലങ്ങൾ പരിശോധിച്ചു. ലഭ്യമായ വിവരങ്ങൾ യാതൊരു പക്ഷവും പിടിക്കാതെയാണ് നമ്മൾ വിശകലനം ചെയ്തത് എന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു സങ്കീർണമായ വിഷയമാണ്. ഇതിൽ പലതരം വാദങ്ങളുണ്ട്. തീർച്ചയായും. ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കാൻ പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാലങ്ങളായി നമ്മൾ കാണുന്നതാണ് സിനിമകളിലെ ഇത്തരം വിവാദങ്ങൾ. എന്നാൽ ഒരു സിനിമയിലെ കലാപരമായ ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെയാണ് അവസാനിക്കുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. എവിടെ നിന്നാണത് സമൂഹത്തെ സ്വാധീനിക്കുന്ന പ്രൊപ്പഗൻഡ അഥവാ പ്രചാരണമായി മാറുന്നത്? വെള്ളിത്തിരയിൽ കാണിക്കുന്നതാണ് യഥാർത്ഥ സത്യം എന്നു തീരുമാനിക്കാനുള്ള അധികാരം ശരിക്കും ആർക്കാണ്? അത് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനായി ഞങ്ങൾ വിട്ടുതരികയാണ്. ഈ ചോദ്യങ്ങൾ ശരിക്കും നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ടതാണ്. ഈ ഡീപ് ഡൈവിലൂടെ ഈ വിഷയത്തിന്റെ ആഴവും പരപ്പും നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നത്തെ ഓപ്പൺ മൈക്ക് ചർച്ചയിൽ പങ്കുചേർന്നതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ നന്ദി. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി. ഈ വിവരങ്ങൾ നിങ്ങളുടെ സ്വന്തം അന്വേഷണങ്ങൾക്ക് സഹായിക്കട്ടെ. നമസ്കാരം.